ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രത്തിനെ MD കസേരയിൽ ഇരുത്തിയേക്കാണ് കാർത്തിക. വിക്രത്തിനെ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാണ്ട് ആ MD കസേരയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് വായേം വിളിച്ച് അങ്ങനെ നിൽക്കുവാട്ടോ. അപ്പൊ ജോലിക്കാരെ കൊണ്ട് ഒരുപാട് പൊട്ട വർക്കാണ് വിക്രം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞിട്ട് മേഡം ഈ പുതിയ MD ശരിയാവില്ല, ആൾക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങളെ ഫയലും കാര്യമൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാനെല്ലാം ചെയ്തോളാന്ന് കാർത്തിക പറയാം. അങ്ങനെ വിക്രം വെറും ഒരു ഡമ്മി MD മാത്രമാട്ടോ. അതിനുശേഷമാണെങ്കിൽ വിക്രം ഇങ്ങനെ നോക്കുമ്പോ ഒരുപാട് വർക്ക് കാര്യങ്ങളുണ്ട്. വിക്രം വിചാരിച്ച പോലെ വെറുതെ കസേരപ്പുറത്തിരുന്ന് ശമ്പളം മേടിക്കാൻ മാത്രമല്ല, ഭയങ്കര വർക്കും കാര്യങ്ങളാണെന്ന് വിക്രത്തിന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. വിക്രത്തിന് ശരിക്കും മതിയാവും കേട്ടോ. അതിനുശേഷമാണ് വിക്രം പതുക്കെ പതുക്കെ ചില ചില സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. കാർത്തിക 10 പൈസ പോലും ശമ്പളമായിട്ട് കൊടുക്കുന്നില്ല. ഷെയർ തരാം എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഷെയർ എപ്പോ കിട്ടുമെന്നും അറിയില്ല. അങ്ങനെ കാർത്തികയുടെ കുറച്ച് നീക്കങ്ങളൊക്കെ വിക്രം മനസ്സിലാക്കുവാണ്. വിക്രത്തിന് മനസ്സിലാവാണ് എന്തായാലും ഇവര് പണിയെടുപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണോ MD ആക്കിയത് എന്നുള്ള സംശയം വിക്രത്തിന് വരുന്നുണ്ട്. എന്തായാലും പ്രകാശനും കാർത്തികയും ഉടക്കുന്നതിന് മുമ്പ് വിക്രവും കാർത്തികയും ഉടക്കുമെന്ന് ഉറപ്പാണ്. വിക്രത്തിന് അങ്ങനെ പണിയെടുത്ത് ശീലമൊന്നും ഇല്ലല്ലോ. അപ്പൊ കാർത്തിക പറഞ്ഞ പണികളൊന്നും വിക്രം ചെയ്യത്തില്ല. വിക്രം അവിടെ കിടന്ന് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും മാത്രമായിരിക്കും കമ്പനിയിൽ പോകുന്നത്. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ ഇനി വരാൻ പോണത്. പിന്നെ മാത്രമല്ല, പ്രകാശൻ ഭർത്താവ് പുതിയൊരു കല്യാണം കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. ദീപയാണെങ്കിൽ ഡൈവേഴ്സ് കൊടുക്കുന്നുമില്ല. പ്രകാശ് ഡൈവേഴ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടു, എന്തായാലും അടുത്ത മാസത്തിനുള്ളിൽ താലി കെട്ടു എന്നുള്ള ഭയങ്കര വിശ്വാസത്തിലാണ്. എന്തായാലും താലി കെട്ടാൻ പോകുമ്പോഴെങ്കിലും ലക്ഷ്മിയുടെ മുഖം കാണുമ്പോഴേക്കും പ്രകാശിനും ഇടിവിട്ട് തിരിച്ചടി കിട്ടാൻ പോണത്. പ്രകാശന് പെട്ടുപോകും. അതിനു മുമ്പ് വിക്രത്തിന്റെ കയ്യും കാലും ഇടിച്ചിട്ടില്ലേ കാർത്തിക നിലത്തേക്ക് ഇടാൻ ചാൻസ് ഉണ്ട്. കാരണം വിക്രം എത്ര പെണ്ണുങ്ങളുടെ ജീവിതമാണ് തകർത്തത്. അതിനെല്ലാത്തിനും പ്രതികാരം നമ്മുടെ കാർത്തികയൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഒരുപാട് പെൺപിള്ളേര് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് അടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും കാർത്തിക കൊടുക്കുന്ന പോലെ ഒരിക്കലും ആവില്ല. കാരണം കാർത്തിക അതിനായിരിക്കും തിരിച്ചടി വിക്രത്തിന് കൊടുക്കുന്നുണ്ടാവുക. എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങളൊക്കെ തന്നെയാട്ടോ ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.